ഈ 9 സ്കൂട്ടറുകളും ഇന്ന് നൽകാൻ പോവുകയാണ്. അവർ വാക്ക് പാലിച്ചിരിക്കുന്നു. ചിലപ്പോൾ ചില പ്രഖ്യാപനമൊക്കെ ഉണ്ടാവാറുണ്ട്, ചില ആളുകൾ പൂർണ്ണമായിട്ടും അത് പാലിക്കാറില്ല. സോളാർ വ്യാപാര രംഗത്ത് കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സ്ഥാപനമാണ് ബാമണ്ട്. ബാമണ്ട് നേരത്തെ അവിടെ നിന്നും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കൂപ്പൺ കൊടുത്തിരുന്നു. വിജയികൾക്ക് സ്കൂട്ടർ ഓഫർ നൽകിയിരുന്നു. ഇന്നിതാ EV സ്കൂട്ടറുകൾ 9 എണ്ണം നൽകുകയാണ്. പട്ടാമ്പിയിലെ അവരുടെ ഷോറൂമിൽ വെച്ചാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. അത് പിന്നെ ആ ഭാഗ്യത്തിന് അർഹരായവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് കേട്ടോ. ഈ പ്രോഗ്രാമിൽ ഒരു ഗസ്റ്റായിട്ട് എനിക്കും പങ്കെടുക്കാൻ സാധിച്ചു. ഇനിയും അവർ പിന്നെ ഇവിടെ നിന്നും ഈ 2 മാസം ഉണ്ടല്ലോ, തൊട്ടടുത്ത ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ എന്തൊക്കെയോ ഓഫറുകളുണ്ട്, കാറ് നൽകുന്നുണ്ട്. വീഡിയോയിലേക്ക് വരട്ടെ, എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ വാബൊക്കെ എത്തിയിട്ടുണ്ട്. നോക്കല്ലേ എന്നാല് എത്ര സ്കൂട്ടർ അവിടെ ഉണ്ട്? 9 എണ്ണം. ഇനി എന്തുള്ള അടുത്തത് ഇനി ഈ മാസം മുതൽ പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, അതായത് പർച്ചേസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് 3 ഇലക്ട്രിക് സ്കൂട്ടറും, ഹോണ്ടന്റെ 3 ഇലക്ട്രിക് സ്കൂട്ടറും, ഒരു ടാറ്റയുടെ ഒരു കാറും, സമ്മാനമായിട്ട് ഒരു കാറും. അതായത് ഒരുപാട് സമ്മാനങ്ങളും ഗിവ് അവേ കാര്യങ്ങളും നറുക്കെടുപ്പൊക്കെ സോഷ്യൽ മീഡിയ കാണാറുണ്ട് അല്ലേ? ആർക്കാ കൊടുത്തത് പക്ഷെ ബേമന്റ് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. 1 അല്ല 2 അല്ല 9 ബൈക്കാണ് കേട്ടോ. വലിയ പ്രഖ്യാപനം വീണ്ടും. ഇനി നമ്മൾ EV കാറാ കൊടുക്കുന്നത്. ടാറ്റയുടെ ടിയാഗോന്റെ പുതിയ മോഡൽ ഉണ്ടല്ലോ, പഴയ മോഡലല്ല, പുതിയ മോഡൽ നല്ല മാറ്റമുണ്ട്. ആ പുതിയ കാറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത്. ജൂലൈ 1 മുതൽ പിന്നെ സെപ്റ്റംബർ 31 വരെയുള്ള പർച്ചേസിൽ എല്ലാ തെരഞ്ഞെടുത്ത കസ്റ്റമർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു EV കാറും 3 ഹോണ്ടയുടെ EV സ്കൂട്ടറും ഇനിയും കൊടുക്കും. നറുക്കെടുപ്പ് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിന്റെ അന്ന്. നമ്മളൊക്കെ പർച്ചേസ് ചെയ്യണം. അതെ. അല്ല, നമ്മൾ സോളാർ ഗ്രീൻ എനർജിയിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. കാരണം വരും തലമുറയെ സംരക്ഷിക്കുക, നമ്മുടെ കാർബണിന്റെ ഉപയോഗം കുറയ്ക്കുക. കാരണം താപവൈദ്യുത നിലങ്ങളാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഊർജ്ജം ഇപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും സോളാറിലേക്ക് വന്നാൽ അത് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെ EV സ്കൂട്ടർ, EV കാറൊക്കെ ഉപയോഗിക്കുമ്പോൾ പൊല്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് നമുക്ക് വലിയൊരു മുന്നേറ്റം പാരിസ്ഥിതികമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ആയി ഷോറൂം. കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുന്ന 4 ഷോറൂമുകളാണ് ഉള്ളത്. പട്ടാമ്പി ഇത് ഭയങ്കര ഞാൻ വന്നപ്പോ ഇവിടെ നമുക്ക് 100 സ്റ്റാഫുകൾക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹെഡ് ഓഫീസാണ്. പിന്നെ 250 പ്രൊജക്ടുകൾ പിന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള, സ്റ്റോക്ക് ചെയ്യാനുള്ള, മെറ്റീരിയൽ സ്റ്റോക്ക് ചെയ്യാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അതെ, കസ്റ്റമർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുക, ഡെലിവറി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫോക്കസ് ആണല്ലേ. എവിടുന്ന് എടുത്താലും ആഫ്റ്റർ സർവീസ് എവിടുന്നും കിട്ടും. കാരണം നമുക്ക് കണ്ണൂരുണ്ട്, കൊച്ചിയിലുണ്ട്, വളാഞ്ചേരിയിലുണ്ട്. ഇനി നമ്മൾ കോഴിക്കോടും കൊല്ലത്തും ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ വർഷം തന്നെ. ആണല്ലേ. എന്താണ് ഇതിന്റെ ഇവിടെ എന്തോ ഒരു സാധനം? ഹൈബ്രിഡ് സോളാറാണ്. ഇതിപ്പോ നമ്മുടെ വീട്ടിലൊരു പിന്നെ സിസ്റ്റം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 24/7 നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. ആണല്ലേ. നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. KSEB എത്ര ദിവസം പിന്നെ കറണ്ട് മുടക്കിയാലും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ വീട്ടിലെ ലൈറ്റും ഫാനും ഓഫ് ആവുന്നില്ല. അത് എത്ര മഴ പെയ്താലും ഓഫ് ആവില്ല. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. അതൊരു ഹൈലൈറ്റ് ആണ്. സബ്സിഡി അവൈലബിൾ ആണ്. 78,000 രൂപ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരും. ബാക്കി നമ്മൾ പേ ചെയ്താൽ മതി. ഇനി ഒന്നിച്ച് പേയ്മെന്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മൾ ഇൻട്രസ്റ്റ് രഹിത സോളാർ കമ്പനി കൂടിയാണ്. അത് കേരളത്തിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ പലിശരഹിത EMI ആണ്. ബാക്കി എല്ലാവരും ബാങ്ക് ലോൺ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാങ്ക് ലോൺ കൊടുക്കുന്നില്ല. നമ്മൾ ഓൺ EMI ആണ് നമ്മൾ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത്. 1 രൂപ പലിശ വരില്ല. അതിന് മാർക്കറ്റിൽ നമ്മൾ അധികം പൈസ ഈടാക്കുന്നില്ല. നമ്മുടെ റെഡി ക്യാഷ് പേയ്മെന്റ് എന്താണോ അത് തന്നെയാണ് EMI ആയിട്ട് കൊടുക്കേണ്ടത്. വെക്കാൻ പറ്റും. അതല്ല ഉദ്ദേശിച്ചത്. ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ ഏതൊരു സാധാരണക്കാർക്കും ഇപ്പം എന്ത് ചെയ്യാം, സോളാർ വെക്കാം. ഫസ്റ്റ് പേയ്മെന്റ് അത്ര വേണ്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഷർഫൊക്കെ പറഞ്ഞ ഹൈബ്രിഡ് പുതിയ ടെക്നോളജി. അത് KSEB കണ്ട് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. നമുക്ക് കറണ്ട് പോയാൽ വീട്ടിൽ നിശ്ചിത ലോഡ് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാനും പറ്റും. ഇതിന്റെ ഇൻവെർട്ടർ നമുക്ക് 10 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉണ്ട്. ബാറ്ററി കാണുന്നുണ്ടെങ്കിൽ 7 വർഷം റീപ്ലേസ്മെന്റ് ആണ്. ഇതിൽ ലിഥിയം ബാറ്ററിയാണ് ഇത് വരുന്നത്. നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ട ഒന്നാണ്, ഫ്രീ മെയിൻ്റെനൻസ് ആണ്. ഇതാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കിയാൽ വേണ്ട. അതേപോലെ തന്നെ ഇത് ഏറ്റവും പുതിയ ടെക്നോളജി, അതായത് G12R ലൂം സോളാറിന്റെ 625 വാട്ട്സിന്റെ പാനലാണിത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന ബ്രാൻഡാണ് ലൂം സോളാർ. അതിന്റെ ഏറ്റവും പുതിയ ടെക്നോളജി വന്നാണ് 625 വാട്ട്സിന്റെ പാനൽ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് സബ്സിഡിയോട് കൂടെ നമുക്ക് ഇത് ഈ പാനൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ബൈക്ക്, ഒരു സ്കൂട്ടി നിങ്ങൾക്ക് അടിച്ചേ? ഒരു സ്കൂട്ടി. എവിടെ വീട്? എവിടെ? ഇരിട്ടി, കണ്ണൂരാണല്ലേ. ഓക്കെ, സന്തോഷം. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളും കൂടെ. വേറൊരു റേഞ്ചാണ്. പട്ടാമ്പിയിലായതുകൊണ്ടാണോ? നിങ്ങളുടെ നാട്ടിലായതുകൊണ്ട്. സന്തോഷം, കണ്ട് സന്തോഷം. സന്തോഷം.
അപ്പോൾ സോളാർ വാങ്ങുന്ന ആളുകൾക്ക് പിന്നെ പേയ്മെൻറ്റ് നല്ലൊരു ചോയ്സാണ്. EMI സൗകര്യമുണ്ട്. ഇനി ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് ഉടൻ തന്നെ ഇവർ 2 സ്കൂട്ടർ കാറൊക്കെ നൽകുന്നുണ്ട്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.